സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതിനെന്താണ് വഴി? അതിന് തത്വശാസ്ത്ര സംഹിതകൾ വിശദീകരിക്കുമ്പോൾ അതിന്റെ മൂലഭാഗത്തോട് നിന്ന് പഠിക്കുവാനുള്ള മനസാക്ഷി ഉണ്ടാകണം. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര എന്ന ഭാഗത്താണ് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളത്. ഒരു ഹിന്ദു സമൂഹത്തിൽ ജനിക്കുകയും ഹിന്ദു മതാചാരങ്ങൾ അനുഷ്ഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതുപോലൊപ്പം തന്നെ RSSന്റെ ശാഖയിൽ ഉൾപ്പെട്ട ഒരു കുടുംബമായതുകൊണ്ട് ജീവിതകാലം മുഴുവനും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും ഈ രാഷ്ട്രം ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്നുമുള്ള അതിയായ ആഗ്രഹം. അതാണ് RSSകാരനായ ഓരോരുത്തന്റെയും ആവശ്യമെന്നുള്ള നിലക്ക് അതിനെയാണ് ജീവിത ലക്ഷ്യമായി കണ്ടുപോകുന്നത്. അവിടെ നിന്ന് പഠിക്കുമ്പോൾ മറ്റു മതദർശനങ്ങൾ ഇതിലേക്ക് കടന്നു വരികയും ഈ ലോകത്ത് അവരവരുടെ ആധിപത്യം സമർപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്, അതിനെ എതിർക്കണമെന്നും അത് പഠിപ്പിക്കുന്ന തത്വശാസ്ത്ര സംഹിതകളെ എതിർക്കണമെന്നുള്ള വലിയമായ ഒരു ആശ. അതിനെങ്ങനെ സാധിക്കും? അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുകയും അതിലൂടെ അവരെ എതിർക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും എതിർക്കുകയും ഈ ലോകത്ത് നിന്ന് അവരെ കെട്ടുകെട്ടിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ കുഞ്ഞുനാൾ മുതൽ തന്നെ അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് RSSന്റെ ശാഖകളിലേക്ക് പോകുമ്പോൾ മനസ്സിനും എന്നും ഒരു ആശയുണ്ടായിരുന്നു. ആ തത്വശാസ്ത്ര സംഹിത ഉൾക്കൊണ്ട് അച്ഛന്റെയും അതുപോലെ തന്നെ പാരമ്പര്യമായി കൊണ്ടുപോകുന്ന ആ കൂട്ടുകെട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നുള്ളൊരു ആശ. അങ്ങനെ പഠിക്കുമ്പോൾ ഇവിടുത്തെ പല ഇസ്ലാമിക സംഘടനകളും പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന പല പുസ്തകങ്ങളും നമ്മുടെ RSSന്റെ ശാഖകളിൽ പരാമർശിക്കാറുണ്ട്. അവരുൾക്കൊള്ളുന്നതും സ്വന്തമായ ഒരു ദീനിനെ നിലനിർത്തണമെന്ന ആശയോടല്ല, മറിച്ച് ഞാൻ പേരെടുത്ത് തന്നെ പറയാം, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ പുസ്തകങ്ങൾ പല ശാഖകളിലും ഇന്നും അതിനെ പരാവർത്തനം ചെയ്ത് പഠിപ്പിക്കുകയും അതിൽ പറയുന്ന ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഇവിടെ ഒരു ഭരണമുണ്ടാക്കണം, ഇതിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന അവരുടെ അതിയായ താല്പര്യം നമുക്കൊരിക്കലും ഒഴിച്ചുകൂടി നിർത്തിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ന് പഠിപ്പിക്കുന്നു RSSന്റെ ശാഖയിൽ. ഇവിടെ നിന്ന് പല പുസ്തകങ്ങളിലും കിട്ടുകയും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടങ്ങളിൽ പ്രബോധനം നടത്തിയത് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന പല ആളുകളേക്കും പ്രബോധനത്തിന്റെ ബാധ്യത എന്ന നിലക്ക് വാളും ഖുറാനും കൊണ്ട് പരിചയപ്പെടുത്തിയെന്നാണ്. എന്താണ് വാളും ഖുറാനും കൊണ്ട് പരിചയപ്പെടുത്തിയത്? ഒരു കൈയിൽ വാളും മറ്റൊരു കൈയിൽ ഖുറാനും വച്ചുകൊണ്ട് ഇതിൽ ഏതാണ് ആവശ്യമെന്ന് മനുഷ്യ സമൂഹത്തിനോട് ചോദിക്കുകയും അതിൽ ഖുറാൻ വേണ്ട എന്ന് പറയുന്നവനെ വാളുകൊണ്ട് വെട്ടുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അവനെ വധിച്ചു കളയുന്ന ഒരു അവസ്ഥയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നാണ് ഞാൻ ആദ്യകാലങ്ങളിൽ പഠിച്ചു തുടങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്ന ഖുത്ബകൾ എന്ന് പറയുന്നത് ആദ്യത്തെ മുമ്പ് മനസ്സിലാക്കിയിരുന്നത് വെള്ളിയാഴ്ച പ്രസംഗമെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അവിടെ പല പള്ളികളും തന്നെ വാള് ഉപയോഗിച്ചുകൊണ്ട് ഖുത്ബ നടത്തുകയും അതുപോലെ തന്നെ ഒരു കൈയിൽ പുസ്തകം പിടിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് പരാമർശിച്ചിരുന്നത് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എങ്ങനെയാണ് പ്രബോധനം നടത്തിയത് അതുപോലെയാണ് അവിടെ പറയുന്നു എന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവിടെ പറയുന്ന അറബിയിലാണ് പറയുന്നത്. ഒരു കയ്യിൽ വാളുണ്ട്, മറ്റൊരു കയ്യിൽ പുസ്തകമുണ്ട്. അവിടെ ചോദിക്കപ്പെടുന്ന നിങ്ങൾക്ക് ഖുറാൻ വേണോ വാൾ വേണോ എന്നാണ് ചോദിക്കുന്നത്. ഖുറാൻ വേണ്ട എന്ന് പറയുന്നതിനെ വധിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുമാണ് വെള്ളിയാഴ്ച ഖുത്ബകളിൽ പറയുന്നു എന്നാണ് RSSന്റെ ശാഖയിൽ പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിക്കണമെന്ന വലിയൊരു ആശയോടെ പല പുസ്തകങ്ങൾ തിരയുകയും ആ പുസ്തകത്തിൽ നിന്നും ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു കാര്യം ഏകദൈവ വിശ്വാസം തന്നെയാണ്. ഏകദൈവ വിശ്വാസത്തിനെ കുറിച്ച് ഒരു ചിന്ത പോലും ഞാൻ ആദ്യമുണ്ടായിരുന്ന സമൂഹത്തിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. പല ക്ഷേത്രങ്ങളിൽ പോകുകയും അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും മനസ്സിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ദൈവത്തിൽ നിന്നുള്ള ഈ ലോകത്ത് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ മാത്രം. അത് തന്നെയാണ് ഇന്ന് ക്യാമ്പസുകളിലും കാണുന്നത്. മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരുപാട് കാണപ്പെടുന്ന ഒരു കാര്യം, ഈ ലോകത്ത് ഏത് മതദർശനം ഉൾക്കൊള്ളുന്നവനും ദൈവത്തിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് നാളെയുടെ ഒരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കാത്തിടത്തോളം സൃഷ്ടാവിനെ കണ്ടെത്തുവാനും കഴിയില്ല എന്ന് തന്നെയാണ് സത്യം. എന്നാൽ നാളെ ഒരു ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകത്ത് നമുക്ക് തരുന്ന ദൈവത്തിനെ എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ കൈപ്പറ്റുമ്പോഴും നാളത്തെ ഒരു വിചാരമുണ്ടാകുമ്പോൾ ദൈവത്തിനെ കണ്ടെത്തുവാൻ സാധിക്കുന്നു. അതുപോലെ ഞാനിങ്ങനെ ഏകദൈവ വിശ്വാസത്തിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള മത തത്വങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാമിൽ എന്താണ് ഏകത്വത്തിന് പ്രത്യേകത? കാരണം ഇസ്ലാമിൽ ഏകത്വ വിശ്വാസം നിലനിൽക്കുകയും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ എല്ലാ ആചാരങ്ങളും കൂട്ടായ്മയോടെ നിർവഹിക്കുന്ന ഒരു കാഴ്ച. പലരും ഹജ്ജ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഹജ്ജ് ചെയ്യുകയും നമസ്കരിക്കുമ്പോൾ ഒരുമിച്ച് നമസ്കരിക്കുകയും എന്ത് പ്രാർത്ഥന നടത്തിയാലും അവർ ഒരുമിച്ച് നടത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായപ്പോൾ ഒരു ഒത്തൊരുമയുടെ ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. പല ക്ഷേത്രങ്ങളിലും പല വിഗ്രഹങ്ങളിലും പ്രതിഷ്ഠിക്കുകയും
അതിൽ ഒരു വിഗ്രഹത്തിനെ പൂജിക്കുന്നവൻ മറ്റൊരു വിഗ്രഹത്തിനെ പൂജിക്കാൻ പാടില്ല എന്ന് പോലുമുള്ള ഒരു വർഗീയമായ കാര്യം ഇന്നും ഹിന്ദുമതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു വിഗ്രഹത്തെ കാണുന്നവൻ ശിവവിഗ്രഹത്തെ കാണാൻ പാടില്ല എന്നും ശിവവിഗ്രഹമുള്ളിടത്ത് വിഷ്ണു വിഗ്രഹം വയ്ക്കില്ല എന്നും വാശി പിടിക്കുന്ന ഒരു കാര്യം കാണാൻ കഴിയും. അപ്പോ അവിടെയൊന്നും ഏകദൈവ വിശ്വാസമല്ല, മറിച്ച് പല ഇതിൽ കൂടെയും ഒന്നിലെത്തിക്കുന്നു എന്നുള്ള വിശ്വാസം അവർക്കില്ല തന്നെ. കാരണം പലരും പ്രസംഗിക്കുമ്പോൾ പറയും, നാം കാണുന്ന എന്ത് പ്രവർത്തിച്ചാലും അത് ഏകനായ ഒരു ശക്തിയിൽ എത്തിക്കും എന്നുള്ള വിശ്വാസം എന്റെ കുടുംബത്തെ സംബന്ധിച്ചോളം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു സത്യാന്വേഷിയുടെ ആ മാർഗത്തിൽ നിന്ന് പല പുസ്തകങ്ങളും തിരയുകയും ആ പുസ്തകത്തിലെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്റെ വീട്ടുകാർക്ക് എന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം, RSS ശാഖയുടെ നിന്നുള്ള ഒരു മാറ്റം, പിന്നെ ക്ഷേത്രത്തിൽ പോവാതെ അങ്ങനെ പല കാര്യങ്ങളിൽ നിന്നുള്ള വിട്ടുവീഴ്ച, അത് അവരിൽ സംശയമുണ്ടാക്കുകയും എന്നിൽ നിന്ന് പല പുസ്തകങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ആ പുസ്തകങ്ങൾ നശിപ്പിക്കുകയും പിന്നെ ഇതിലേക്ക് അടുപ്പിക്കാത്ത രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തു. അതിനിടയിൽ തന്നെ ഒരു പള്ളിയിൽ പോയി നമസ്കരിക്കാൻ എന്ന സമയത്ത് വീട്ടിൽ നിന്ന് വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയും അവിടെ വെച്ച് വർദ്ധിക്കുകയും പിന്നെ വീടിന്റെ ഒരു കോണിൽ മാനസികമായുള്ള തളർച്ചയിലായിരുന്നു.